ഹായ്, നിങ്ങൾക്ക് അവരെ മാറ്റിയെടുക്കണമെന്ന് തോന്നലുണ്ടോ? അവരൊട്ടും ശരിയല്ല, ആ സ്വഭാവം ചീത്തയാണ്, ഈ സ്വഭാവം മാറ്റിയാലേ ശരിയാവൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് അവരോടുള്ള പെരുമാറ്റമാണ്. അവരുടെ പെരുമാറ്റവും രീതികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ സ്വഭാവ രീതി, പെരുമാറ്റത്തിൻ്റെ ട്യൂൺ എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ അവരിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ആദ്യം അവർക്ക് കൊടുക്കണം. ചിലർക്കൊക്കെ ഇങ്ങോട്ട് കാണിക്കുന്നതിനൊക്കെ എല്ലാം ഓരോ കാരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ടാകും. ഇവിടെ നമ്മൾ ഒന്ന് പ്രതികരിക്കാനോ എതിർക്കാനോ മെനക്കെട്ടാൽ പിന്നെ കുറ്റക്കാരാകും. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും കുറ്റം നമ്മുടെ തലയിൽ വരും. സത്യത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കൊണ്ടാണ്. അവർ പറഞ്ഞ വാക്ക് പാലിക്കാത്തപ്പോഴോ അവഗണിക്കുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോഴാണ്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരെന്ത് ചെയ്താലും മിണ്ടാതിരുന്ന് സഹിച്ച് ക്ഷമിച്ച് ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം നമ്മൾ. എന്നാൽ നമ്മൾ നല്ല കുട്ടിയായി വായിൽ വിരലിട്ടാൽ കടിക്കാത്തവരായി എല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്താക്കാനാ? ഒന്നും കിട്ടാനില്ല. ഉള്ള സമാധാനം പോയി കിട്ടും, അത്ര തന്നെ. ഇനി ഒരാൾ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തിട്ട് അവർ ആ തെറ്റ് മനസ്സിലാക്കി അതിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമതൊരവസരം കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടാണ് ആ തെറ്റ് ആവർത്തിക്കില്ല, ബെറ്റർ ആക്കണം എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്. മറിച്ച് നിങ്ങളോട് അവർ തെറ്റ് ചെയ്തിട്ട് നുണങ്ങൾ കൊണ്ട് അതിനെ മറച്ചു വെക്കാനും മൂടി വെക്കാനും ഒരുമ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കരുത്. കാരണം അവർ വീണ്ടും വീണ്ടും നമ്മളെ വഞ്ചിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറെ ചിലരുണ്ട്, അവർ നമ്മളോടൊരു തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയാൻ ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കും. നിങ്ങൾ ഇതുവരെ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നില്ലല്ലോ എന്ന മറവി രോഗം അഭിനയിക്കും. സ്വന്തമായി ചെയ്ത തെറ്റുപോലും നമ്മോട് ഏറ്റു പറയാനുള്ള ഒരു ഗഡ്സ് ഇല്ലാത്തവർ. ഇവരുടെയൊക്കെ കൂട്ടുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഇത് പലതവണ ആവർത്തിക്കപ്പെടുമ്പോൾ ഇവിടെ ഇരയാക്കപ്പെടുന്നവർ പല തീരുമാനങ്ങളിലും എത്തിച്ചേരും. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അത്രയ്ക്കും അനുഭവിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ ബന്ധത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ആ പടികൾ ഇറങ്ങുന്നതിന് മുമ്പ് അവർ കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും ഒരു ഉത്തരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. ആ ഉത്തരമായിരിക്കും അവരുടെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അങ്ങനെ ഒരു തിരിച്ചറിവ് നേടിക്കഴിഞ്ഞ ആരും തന്നെ പിന്നീട് പഴയ വേദനകളുടെ കാലഘട്ടത്തിലേക്ക് ഒരു മടങ്ങിപ്പോകില്ല. അവർ ഒരു തീരുമാനത്തിലെത്താതെ സൂക്ഷിക്കേണ്ടത് റിലേഷനിലുള്ള ഓരോരുത്തരും കരുതിയിരിക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വഭാവ രീതി മാറ്റിയേ പറ്റൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരെ കിട്ടാൻ അവരാഗ്രഹിക്കുന്ന നിങ്ങളാകുകയാണ് വേണ്ടത്. അല്ലാതെ വേറെ മരുന്നൊന്നും അതിനില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇമോഷണൽ ഡ്രാമ ഇറക്കി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ നന്നാക്കിയെടുക്കാമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. നിയന്ത്രണത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരം കാർക്കശ്യമാകുന്നതോടെ അവരും അവരുടെ രീതിയും കാർക്കശ്യമാവുകയല്ലാതെ സ്വഭാവം മെച്ചപ്പെടാൻ പോകുന്നൊന്നുമില്ല. സോ കെയർഫുൾ. അവർ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സ്വയം മെച്ചപ്പെടുത്തൂ. ബൈ മോട്ടിവേഷൻ മലയാളം.